നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിലെ കപ്പലുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഹൂതി വിമതരെ യമനിൽ കടന്നാക്രമിച്ച് യുഎസും യുകെയും സഖ്യകക്ഷികളും. ഗാസയിലെ ഹമാസ് ഇസ്രായേൽ സംഘർഷം 100 ദിവസം തികയാനിരിക്കെയാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഹൂതികളുമായി തുറന്ന പോരാട്ടം. 2016 ശേഷം യമനിൽ യുഎസിൻ്റെ ആദ്യ ആക്രമണമാണിത്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതി നേതാവ് മുഹമ്മദ് അൽ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ 5 പേർ കൊല്ലപ്പെട്ടതായും 6 പേർക്ക് പരിക്കേറ്റതായും ഹൂതികൾ അറിയിച്ചു. യുകെ ആക്രമണത്തെ ഇറാൻ അപലപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ, കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ തൊടുത്ത മിസൈലുകൾ യമനിലെ 16 ഹൂതി കേന്ദ്രങ്ങൾ തകർത്തു. 73 വ്യോമാക്രമണങ്ങളാണ് നടന്നത്. അമേരിക്ക GPS നിയന്ത്രിത ടോമോഹാക്ക് ക്രൂസ് മിസൈലുകൾ ഉൾപ്പെടെ 100-ലേറെ മാരക ആയുധങ്ങൾ പ്രയോഗിച്ചു. യമൻ്റെ തലസ്ഥാനമായ സന, ടൈസ്, ഹാജ എന്നിവിടങ്ങളിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങളിലും ചെങ്കടലിലെ ഹൂതി നാവിക താവളമായ ഹൊദൈദയിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ഹൂതികളുടെ റഡാർ ശൃംഖലയും ഡ്രോൺ, മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും തകർത്തതായി പെൻറ്റഗൺ അവകാശപ്പെട്ടു. നിരവധി ഹൂതി കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തതായി ബ്രിട്ടനും പറഞ്ഞു. ഓസ്ട്രേലിയ, ബഹ്റിൻ, കാനഡ, ജർമ്മനി തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ആക്രമണം. ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചത്. ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഉന്നം. പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും പാശ്ചാത്യ യുദ്ധക്കപ്പലുകൾക്കും ഹൂതി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ച 21 മിസൈലുകളും ഡ്രോണുകളും യുഎസും യുകെയും വെടിവെച്ചിട്ടിരുന്നു. ഇതിനിടെ എണ്ണവില 4% ഉയർന്നു.